നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമ്മൾ ടൈറ്റിലും തമിഴിലും കണ്ട പോലെ തന്നെ പിരിച്ചെടുക്കാൻ പറ്റുന്ന ഫോണ് ഗൂഗിൾ ഇത് പ്രഖ്യാപിക്കുമ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. ഈ പ്രോജക്റ്റിന് പേര് പ്രോജക്റ്റ് ആര എന്നുള്ളതാണ്. പ്രൊണൗൺസിയേഷൻ ഒന്നും കറക്റ്റ് ഇല്ല, ആരയോ എന്തായിക്കോട്ടെ, ARA അതാണ് സ്പെല്ലിങ്. സോ ഈ പ്രോജക്റ്റിനെ കുറിച്ച്, ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ അവസരം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ഞാൻ ഓൾറെഡി പല വീഡിയോകളിൽ കിടന്ന് അലറിയിട്ടുള്ളതാണ്. ടെക്നോളജി എന്ന് പറയുന്നത് ഫാസ്റ്റ് പേസ്ഡ് ആണ്. ഇപ്പോൾ മറ്റേതൊരു ഘടകം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര ഫാസ്റ്റ് പേസ്ഡ് ആവണമെന്നില്ല. നമ്മുടെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ടെക്നോളജി എന്ന് പറയുന്നത് ആഴ്ചയ്ക്ക് മിനിറ്റിന് വരെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ മിനിറ്റിൽ ഒരു ഫോൺ വാങ്ങിയിട്ട് അത് അടുത്ത മണിക്കൂറിൽ അത് വിൽക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് പൊളിച്ചതിന് ശേഷം വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസെയിൽ വാല്യൂ വളരെയധികം കുറയും. ജസ്റ്റ് ബിക്കോസ് ഇതൊരു കാരണം ഇത് മാത്രമാണ്, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ മിനിറ്റുകളിൽ ഒരുപാട് പുതിയ ഫോൺസ് വന്നിട്ടുണ്ടാകും, ഒരുപാട് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവുന്നത് തന്നെ നമുക്ക് പറയാം. സോ ഇതിനൊക്കെ ഒരു ഉപാധി എന്ന നിലയിലാണ് ഗൂഗിൾ ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്, പ്രോജക്റ്റ് ആര. ഈ പ്രോജക്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലവരും ഈ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ലോകത്ത് നമുക്ക് പലവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പോൾ മേജറായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ ആയിക്കോട്ടെ, സ്വന്തമായിട്ടൊരു സ്മാർട്ട് ഫോൺ വേണമെന്നായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ വേണമെന്നായിരിക്കും. സോ നമ്മൾ വാങ്ങുന്ന ഒരു മൊബൈൽ ഫോൺ ഒരു വർഷം ഉപയോഗിക്കുന്നു, അപ്പോഴേക്കും ഒരു പുതിയ മോഡൽ അതിൻ്റെ റിലീസ് ആവുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഒരു ആഗ്രഹം ഉണ്ടാവും ആ മൊബൈൽ വാങ്ങണം എന്നുള്ളത്. ബഡ്ജറ്റ് ഇഷ്യൂസ് ഉള്ളവർക്ക് ആ ആഗ്രഹം സാധിക്കാൻ പറ്റണമെന്നില്ല. സോ ആ ഉപാധിയാണ് ഗൂഗിൾ ആരയിലൂടെ കൊണ്ടുവരുന്നത്. ആര എന്ന പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾ പുതിയൊരു അപ്ഡേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റെഡ്മി നോട്ട് 4 ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 4 നിന്നും ഞാൻ ഇനി റെഡ്മി നോട്ട് 5 വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ക്യാമറ ആയിരിക്കാം. ഇതിനേക്കാളും നല്ലൊരു ക്യാമറയാണ് എനിക്ക് നോട്ട് 5 ലഭിക്കുന്നതെന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ഒരു ക്യാമറ എന്നുള്ള ഒരൊറ്റ റീസണിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ പുതിയ ഫോൺ വാങ്ങാനായിട്ട് പോകുന്നത്. സോ പ്രോജക്റ്റ് ആരയിലൂടെ അവരുദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സാധനത്തിന് വേണ്ടി മാത്രം പുതിയ ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ബഡ്ജറ്റ് അതിന് അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രോജക്റ്റ് ആരയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, പ്രോജക്റ്റ് ആര ഉള്ള ഫോൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പർട്ടിക്കുലറുള്ള പാർട്ടിന് വേണ്ടി പുതിയ ഫോൺ വാങ്ങണമെന്നില്ല. ഇൻട്രസ്റ്റിംഗ് അല്ലേ? പ്രോജക്റ്റ് ആര എന്ന് പറയുന്ന മൊബൈൽ ഫോൺ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്മാർട്ട് ഫോണിലെ എല്ലാം പീസസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ആ സ്മാർട്ട് ഫോൺ രൂപീകരിച്ചിട്ടുണ്ടാവുക. സോ നമുക്ക് ഒരു പുതിയ ക്യാമറ അപ്ഡേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ രൂപമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം ഊരി എടുത്തിട്ട് വേറെ ക്യാമറ ആ പാട്ട് വാങ്ങി അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫോണിൽ തന്നെ നമുക്ക് ഹയർ റെസൊല്യൂഷൻ ലഭിക്കണം, ഹയർ ക്വാളിറ്റി ലഭിക്കണം. ഇത് തന്നെയാണ് പ്രോജക്റ്റ് ആരെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയി മാറ്റിയത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് വളരെയധികം മോശമാണ്, ഷോക്കാണ് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിളാണ്, ഫോൺ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ആ പാട്ട് മാത്രം ആ കമ്പാർട്ട്മെൻറ്റിന് എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ നിങ്ങൾക്ക് പുതിയ ബാറ്ററി ഫിക്സ് ചെയ്യാവുന്നതാണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് എന്ത് വേണമെങ്കിലും ചെയ്യാം, ബാറ്ററിയിൽ ചെയ്യാം, ക്യാമറയിൽ ചെയ്യാം, സ്പീക്കേഴ്സിൽ വരെ ചെയ്യാം. സോ നിങ്ങൾക്ക് സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് കൂടണോ, ജസ്റ്റ് ഫിക്സ് എ ന്യൂ സ്പീക്കർ, നമുക്ക് ഒരു പുതിയ ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൽ ഇപ്പോൾ ആ പ്രോജക്റ്റ് അവർ പരിചയപ്പെടുത്തുന്ന സമയത്ത് റാം അതുപോലെ പ്രോസസ്സർ ഇതൊന്നും മാറ്റി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇത് ഈ പ്രോജക്റ്റ് എന്നുള്ളത് നമുക്കൊരു വലിയ ഇന്നോവേഷൻ തന്നെയാണ്. ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാൻ അനുവദിക്കാത്ത, ബഡ്ജറ്റ് അനുവദിക്കാത്ത പലവർക്കും ഇതൊരു നല്ല ഇന്നോവേഷൻ തന്നെയായിരിക്കും. ഇതിൻ്റെ മേജറായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ 2016 ഗൂഗിൾ ഇതിനെ എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ എഞ്ചിനീയർ ഗൂഗിളിനോട്, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് ഓക്കെ ഗൂഗിൾ ഇജക്ട് മൈ ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കലായിട്ട് പോപ്ഡ് ആയിട്ട് താഴെ വീഴുകയാണെന്നാണ് പറയുന്നത്. സോ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഓക്കെ ഗൂഗിൾ എന്ന് പറയുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് കമാൻഡിലൂടെ പോലും ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതിനെന്തോ കുറച്ച് കാര്യങ്ങൾ മൂലം ഇതിനെ 2017 ഇതിൻ്റെ റിസർച്ച് അവസാനിപ്പിച്ചു. ഈ പ്രോജക്റ്റ് അവർ ക്ലോസ് ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. സോ എന്തുകൊണ്ടാണെന്ന് കാരണം എനിക്ക് വ്യക്തമായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു മോസ്റ്റ് ഇന്നോവേറ്റീവ് ഫീച്ചർ എന്ന് പറയാം. ടെക്നിക്കൽ സൈഡൊക്കെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാൻറ്റസി വേൾഡിൽ നമുക്ക് ഒരുപക്ഷെ ഈ ഫോൺ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കാം. മൂവിങ് പാർട്സ് നല്ലതല്ലാന്ന് ഞാൻ ഫോണിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇത് ഫ്യൂച്ചറിൽ വരാതിരിക്കാം, അതൊക്കെ ഫ്യൂച്ചർ നമ്മളോട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. സോ കറൻ്റ്ലി ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുമെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാൻ ചെറിയ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൗജന്യമാണ്. ഇതുപോലുള്ള പുതിയ ടെക് ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ അടുത്തൊരു വളരെ വരും. ഇതുവരെയും ഗുഡ് ബൈ. സ്വന്തം മാമ ടെക്നോ ഷാനിക് മാമ.